അർച്ചന, ഇപ്പോൾ നേതാക്കളൊക്കെയും സംസാരിക്കുമ്പോൾ പി തങ്കച്ചനെ ഓർക്കുന്നത് ഈ നിലയിൽ എല്ലാവരുമായും ആശയവിനിമയത്തിന്റെ വാതിൽ എല്ലാ സമയത്തും തുറന്നിട്ട വ്യക്തിയായിരുന്നു എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അല്പം മുമ്പ് എ.കെ. ആന്റണി സംസാരിക്കുമ്പോൾ അദ്ദേഹം തികഞ്ഞ വിശ്വാസിയായിരുന്നു, പക്ഷേ എല്ലാവരുടെയും വിശ്വാസങ്ങളെ ഒരുപോലെ മാനിച്ച വ്യക്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. സമാനമായ രീതിയിൽ അദ്ദേഹം തികഞ്ഞ ഒരു ഗ്രൂപ്പ് പക്ഷക്കാരനായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പോലും പക്ഷേ അദ്ദേഹത്തിന് എല്ലാ ഗ്രൂപ്പിലും പെട്ട ആളുകളെ, എല്ലാ ചേരികളിൽപ്പെട്ട ആളുകളെ കേൾക്കാനും അവരെ ഒരുമിച്ച് കൊണ്ടുപോകാനും സാധിച്ചിരുന്നു എന്നതുകൂടിയുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു നല്ല കേൾവിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സൗമ്യ വ്യക്തിത്വം തന്നെ പലരും എടുത്തു പറയുന്നത് തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ അകത്തെ പ്രതിസന്ധിയും ഗ്രൂപ്പ് പോലും എല്ലാം തന്നെ അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് പരിഹരിച്ചത്. എല്ലാവരെയും കേട്ട് അവരുടെ എല്ലാ തീരുമാനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായ നിലപാട് ഏത് കാര്യത്തിലും എടുത്തിരുന്നത്. അത്തരത്തിൽ പാർട്ടി ഈ ഗ്രൂപ്പ് തർക്കങ്ങളെല്ലാം രൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ ഉയർന്ന കാലഘട്ടത്തിൽ എല്ലാം തന്നെ അവിടെ ഒരു മുന്നണി പോരാളിയായി അദ്ദേഹം എല്ലാം കേട്ട് അതിനൊരു പരിഹാര മാർഗം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം എന്നും മുന്നിലുണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും. അത്തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി കൂടി അദ്ദേഹത്തിന്റെ സൗമ്യ വ്യക്തിത്വം പലരും അത്രമാത്രം വ്യക്തിബന്ധം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹത്തോടെ എല്ലാവരും ഓർത്തെടുക്കുകയും ചെയ്യുന്നത്. പലരും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് അപ്പുറത്തേക്ക് പല മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ പ്രതികരിക്കുമ്പോഴും അത്തരം വാക്കുകളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതും. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേർ ആശുപത്രിയിലേക്കും എത്തുന്നുണ്ട്. കോൺഗ്രസിനകത്തെയും ഒപ്പം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സാമൂഹിക രംഗത്തെ പ്രമുഖരും എല്ലാം തന്നെ ഏറെക്കാലം അദ്ദേഹം ഇത്തരത്തിൽ പൊതുപരിപാടികളിൽ നിന്നെല്ലാം തന്നെ ഒരു ചെറിയ വിടവ്, അതായത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കോൺഗ്രസിന്റെ പല പരിപാടികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ കാണാറില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അത് അടയാളപ്പെട്ടതാണ്. കാരണം അത്രമാത്രം UDF കൺവീനറായി അത്രമാത്രം കാലയളവിൽ അദ്ദേഹം നിയമിതനായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയെ നേതാക്കളെ എല്ലാം തന്നെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം മുന്നിൽ നിന്നിട്ടുണ്ട്. അത്തരത്തിൽ KPCC പ്രസിഡന്റായിരുന്ന സമയത്തും സ്പീക്കറായിരുന്ന സമയത്തും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെതായ ശൈലി അദ്ദേഹം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ മറ്റ് നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അതായത് കരുണാകരന്റെയും ആന്റണിയുടെയും എല്ലാം കാലഘട്ടത്തിൽ അദ്ദേഹം അത്തരമൊരു ശൈലി പിന്തുടർന്ന് തന്നെ തന്റെ നിലപാട് എന്നും പറഞ്ഞിരുന്ന ആളുകൂടിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിനെ ഏറെ സ്നേഹത്തോടെ ശരി അർച്ചന, തുടരും, മടങ്ങി വരാം.